അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ. IPRലും ക്രിമിനൽ ലോയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജീവനാംശത്തെക്കുറിച്ചാണ്. നിയമം, സമൂഹം, വികാരങ്ങൾ, ദൈനംദിന മനുഷ്യബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു വിഷയം. കുടുംബ നിയമത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ, വിവാഹം ഒരു വ്യക്തിബന്ധം മാത്രമല്ല, ആഴത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായ ഒരു സ്ഥാപനം കൂടി ആയതിനാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു ആശയമാണിത്. ഈ ചർച്ചയിലൂടെ ജീവനാംശം യഥാർത്ഥത്തിൽ നിയമപരമായി എന്താണ് അർത്ഥമാക്കുന്നത്, വിവാഹബന്ധം തകർന്നതിന് ശേഷം അത് എങ്ങനെ ഉടലെടുക്കുന്നു, കോടതികൾ അത് തീരുമാനിക്കുമ്പോൾ എന്ത് തത്വങ്ങൾ പിന്തുടരുന്നു, ഇന്ത്യൻ നിയമം അതിന് ശിക്ഷയോ പ്രതിഫലമോ ആയിട്ടല്ല, മറിച്ച് സാമൂഹിക നീതിയുടെ അളവുകോലായി കണക്കാക്കുന്നത് എന്തുകൊണ്ട് എന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വൈകാരികവും സാമൂഹികവും ബഹുമതിയുള്ള സ്ഥാപനങ്ങളിലൊന്നാണ് വിവാഹം. വിവാഹം പവിത്രവും ശാശ്വതവും കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാണെന്ന് കുട്ടിക്കാലം മുതൽ തന്നെ ആളുകളെ പഠിപ്പിക്കുന്നു. പല ഇന്ത്യൻ വീടുകളിലും വിവാഹം രണ്ട് മുതിർന്നവർ തമ്മിലുള്ള വ്യക്തിപരമായ തിരഞ്ഞെടുപ്പായി കണക്കാക്കപ്പെടുന്നില്ല. വൈകാരികവും സാംസ്കാരികവും മതപരവും സാമൂഹികവുമായ പ്രാധാന്യം വഹിക്കുന്ന ഒരു നാഴികക്കല്ലായി ഇത് കണക്കാക്കപ്പെടുന്നു. മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ വിവാഹത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്യാൻ തുടങ്ങുന്നു. പലർക്കും, പ്രത്യേകിച്ച് പരമ്പരാഗത സമൂഹങ്ങളിൽ, സ്ഥിരത, ഉത്തരവാദിത്തം, ബഹുമാനം, കുടുംബ ബഹുമാനം എന്നിവയുടെ തുടക്കമായാണ് വിവാഹത്തെ കാണുന്നത്. വലിയ വികാരത്തോടെയാണ് വിവാഹങ്ങൾ ആഘോഷിക്കുന്നത്. ചടങ്ങുകൾ നടത്താൻ മാതാപിതാക്കൾ അവരുടെ ജീവിത സമ്പാദ്യം ചിലവഴിക്കുന്നു. സ്നേഹം, വിശ്വാസം, കൂട്ടുകെട്ട്, വൈകാരിക സുരക്ഷ എന്നിവ നിറഞ്ഞ മനോഹരമായ ഒരു ആജീവാനന്ദ പങ്കാളിത്തം ആരംഭിക്കുകയാണെന്ന് വിശ്വസിച്ചാണ് വധുവും വരനും വിവാഹത്തിൽ പ്രവേശിക്കുന്നത്. വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ എല്ലാം പലപ്പോഴും മാന്ത്രികമായി കാണപ്പെടുന്നു. ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം ഒരുമിച്ച് ആരംഭിക്കാൻ സ്വപ്നങ്ങൾ, കരിയർ ലക്ഷ്യങ്ങൾ, കുട്ടികൾ, യാത്രാ പദ്ധതികൾ, സാമ്പത്തിക അഭിലാഷങ്ങൾ അവർ ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. ഈ ഘട്ടത്തിൽ ആളുകൾ സാധാരണയായി പരസ്പരം ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബലഹീനതകൾ അവഗണിക്കുകയും ചെയ്യുന്നു. ചെറിയ ശീലങ്ങൾ പ്രകോപിപ്പിക്കുന്നതിന് പകരം മനോഹരമായി തോന്നുന്നു. ത്യാഗങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു. ഏത് വിധേനയും വിവാഹം സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ സമൂഹം എല്ലായ്പ്പോഴും ഊന്നൽ നൽകിയതിനാൽ ബന്ധുക്കൾ ക്ഷമ, വിട്ടുവീഴ്ച, ധാരണ എന്നിവ നിർദ്ദേശിക്കുന്നു. എന്നാൽ ആഘോഷങ്ങൾ അവസാനിക്കുകയും സാധാരണ ജീവിതം ആരംഭിക്കുകയും ചെയ്തതിന് ശേഷമാണ് വിവാഹത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ, ശീലങ്ങൾ, വൈകാരിക ആവശ്യങ്ങൾ, സ്വഭാവങ്ങൾ, ജീവിതശൈലി, പ്രതീക്ഷകൾ എന്നിവയുള്ള രണ്ട് വ്യക്തികൾ എല്ലാ ദിവസവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ഇവിടെയാണ് വിള്ളലുകൾ പതുക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. ഒരിക്കൽ മനോഹരമോ നിരുപദ്രവകരമോ ആയി തോന്നിയ ശീലങ്ങൾ ക്രമേണ പ്രകോപിപ്പിച്ചേക്കാം. ഒരാൾ കരിയർ വളർച്ചയെ വിലമതിച്ചേക്കാം. ഒരാൾ സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകിയേക്കാം. പണം, അടുപ്പം, ഉത്തരവാദിത്തങ്ങൾ, കുട്ടികൾ, കുടുംബ പങ്കാളിത്തം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സംഘർഷഭരിതമാക്കാൻ തുടങ്ങുന്നു.
സാമ്പത്തിക സമ്മർദ്ദം വൈവാഹിക സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ നിശബ്ദ നശീകരണങ്ങളിലൊന്നായി മാറുന്നു. തുടക്കത്തിൽ പ്രണയത്തിന് മാത്രമേ എല്ലാം പരിഹരിക്കാൻ കഴിയൂ എന്ന് ദമ്പതികൾ പലപ്പോഴും വിശ്വസിക്കുന്നു. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ വാടക, വായ്പ, കുട്ടികളുടെ വിദ്യാഭ്യാസം, മെഡിക്കൽ ചെലവുകൾ, കരിയറിലെ അസ്ഥിരത, മാതാപിതാക്കളോടും ബന്ധുക്കളോടുമുള്ള സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ദമ്പതികൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിരന്തരമായ സമ്മർദ്ദം നിരാശയും നീരസവും സൃഷ്ടിച്ചേക്കാം. ഒരു പങ്കാളി കൂടുതൽ സമ്പാദിക്കുകയാണെങ്കിൽ അഹങ്കാര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം. ഒരു പങ്കാളിക്ക് സാമ്പത്തിക ഭാരം അനുഭവപ്പെടുമ്പോൾ മറ്റേയാൾ നിരുത്തരവാദിയാണെന്ന് തോന്നുന്നുവെങ്കിൽ തർക്കങ്ങൾ പതിവായി മാറുന്നു. ചിലപ്പോൾ തൊഴിലില്ലായ്മയോ ബിസിനസ് പരാജയമോ വൈകാരിക അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇത് വിവാഹത്തിനുള്ളിൽ കോപം, വിഷാദം അല്ലെങ്കിൽ അപകർഷതാ സങ്കീർണതകൾ എന്നിവയിലേക്ക് നയിക്കുന്നു. കാലക്രമേണ ആശയവിനിമയവും മാറുന്നു. ആരോഗ്യകരമായ വിവാഹങ്ങളിൽ ആശയവിനിമയം വൈകാരിക ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ പ്രശ്നമുള്ള വിവാഹങ്ങളിൽ ആശയവിനിമയം പതുക്കെ കുറയുന്നു. സംഭാഷണങ്ങൾ യാന്ത്രികമായി മാറുന്നു. പക്വതയുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കാമായിരുന്ന ചെറിയ തെറ്റിദ്ധാരണകൾ മാസങ്ങളിലും വർഷങ്ങളിലും കുമിഞ്ഞുകൂടി തുടങ്ങുന്നു. ക്രമേണ വിവാഹം പങ്കാളിത്തത്തെക്കുറിച്ചും കൂടുതൽ കുറ്റപ്പെടുത്തലിനെക്കുറിച്ചും ആയിത്തീരുന്നു. ഇന്ത്യൻ വിവാഹങ്ങളിൽ കുടുംബ ഇടപെടൽ മറ്റൊരു പ്രധാന ഘടകമാണ്. വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ ബന്ധമായി കണക്കാക്കുന്ന പല പാശ്ചാത്യ സമൂഹങ്ങളിലും നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ വിവാഹങ്ങളിൽ പലപ്പോഴും വിപുലമായ കുടുംബ പങ്കാളിത്തം ഉൾപ്പെടുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അയൽക്കാർ പോലും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ടേക്കാം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചെറിയ തെറ്റിദ്ധാരണകൾ ഗുരുതരമായ വൈവാഹിക സംഘർഷങ്ങളിലേക്ക് നയിച്ചേക്കാം. പല ദമ്പതികളും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു. കാരണം ഇരുവരും എല്ലാ തർക്കങ്ങളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. മാന്യമായ സംഭാഷണങ്ങൾ പരിഹാസ്യമായ പരാമർശങ്ങളായും വ്യക്തിപരമായ അപമാനങ്ങളായും മാറുന്നു. ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ദമ്പതികൾ വൈകാരികമായി മത്സരിക്കാൻ തുടങ്ങുന്നു. ഒരു പങ്കാളി നിരന്തരം ആധിപത്യം പുലർത്തിയേക്കാം. മറ്റൊരാൾ നിശബ്ദമായി നിരാശ അനുഭവിക്കുന്നു. ചില വിവാഹങ്ങളിൽ നിരന്തരമായ വിമർശനങ്ങൾ ആത്മാഭിമാനത്തെയും മാനസിക സമാധാനത്തെയും നശിപ്പിക്കുന്നു. സ്വാധീനശേഷി, സംശയം, നിയന്ത്രിക്കൽ തുടങ്ങിയ പെരുമാറ്റങ്ങൾ കാരണം ചിലപ്പോൾ വൈവാഹിക പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകും. വിശ്വാസത്തിൻ്റെ അഭാവം പതുക്കെ ബന്ധത്തെ ശ്വാസം മുട്ടിക്കുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, അസൂയ, അരക്ഷിതാവസ്ഥ എന്നിവ വൈകാരികമായ ക്ഷീണം സൃഷ്ടിക്കുന്നു. അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ ഇത് മാനസിക ക്രൂരതയായി മാറിയേക്കാം. നിരന്തരമായ സംശയം വിശ്വാസത്തെ മാത്രമല്ല രണ്ട് പങ്കാളികളുടെയും മാനസിക ആരോഗ്യത്തെയും നശിപ്പിക്കുന്നു. പല വിവാഹങ്ങളിലും ഗാർഹിക പീഡനം ഒരു കഠിനമായ യാഥാർത്ഥ്യമായി തുടരുന്നു. അക്രമം ശാരീരിക ആക്രമണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. വൈകാരിക ദുരുപയോഗം, വാക്കാലുള്ള അപമാനം, സാമ്പത്തിക നിയന്ത്രണം, ഭീഷണികൾ, നിർബന്ധിത ഒറ്റപ്പെടൽ, മാനസിക പീഡനം എന്നിവ ഒരുപോലെ ദോഷകരമാണ്. ഭയം, സാമ്പത്തിക ആശ്രിതത്വം, കുട്ടികളോടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ സാമൂഹിക സമ്മർദ്ദം എന്നിവ കാരണം ചില സ്ത്രീകൾ വർഷങ്ങളുടെ ദുരുപയോഗം നിശബ്ദമായി സഹിക്കുന്നു. അതേസമയം ഭർത്താക്കന്മാർ തെറ്റായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിനുള്ളിൽ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. മദ്യപാനം, ആസക്തി, ചൂതാട്ടം, നിരുത്തരവാദപരമായ പെരുമാറ്റം എന്നിവ പലപ്പോഴും കുടുംബത്തിൻ്റെ സ്ഥിരതയെ നശിപ്പിക്കുന്നു. ആവർത്തിച്ച് ലംഘിച്ച വാഗ്ദാനങ്ങൾ ബന്ധത്തിനുള്ളിലെ വിശ്വാസത്തെ തകർക്കുന്നു. അതുപോലെ വിവാഹേതര ബന്ധങ്ങളോ വൈകാരിക അവിശ്വാസമോ വിവാഹത്തിൻ്റെ അടിത്തറയെ പൂർണ്ണമായും തകർക്കും. വിവാഹം നിയമപരമായി തുടർന്നാലും വിശ്വാസം തകർന്നതിന് ശേഷം വൈകാരികമായി ബന്ധം തകർന്നേക്കാം. കാലക്രമേണ പരിഹരിക്കപ്പെടാത്ത ഈ പ്രശ്നങ്ങളെല്ലാം കുമിഞ്ഞുകൂടുന്നു. ഒരിക്കൽ ഒരു സ്നേഹനിർഭരമായ പങ്കാളിത്തമായി ആരംഭിച്ച കാര്യങ്ങൾ
തർക്കങ്ങൾ, നിശബ്ദത, നീരസം, വൈകാരിക വേദന എന്നിവ നിറഞ്ഞ സമ്മർദ്ദപൂരിതമായ അന്തരീക്ഷമായി പതിയെ മാറുന്നു. സമാധാനവും വൈകാരിക സുരക്ഷയും നൽകേണ്ട വീട് പിരിമുറുക്കത്തിൻ്റെയും മാനസിക ക്ഷീണത്തിൻ്റെയും സ്ഥലമായി മാറുന്നു. ദമ്പതികൾ പരസ്പരം കൂട്ടാളികളായി കാണുന്നത് അവസാനിപ്പിക്കുകയും പരസ്പരം എതിരാളികളായി കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത്തരം വീടുകളിൽ വളരുന്ന കുട്ടികൾ പലപ്പോഴും നിരന്തരമായ സംഘർഷങ്ങൾ, വൈകാരിക അസ്ഥിരത എന്നിവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഇത് ഇവരുടെ മാനസിക ആരോഗ്യത്തെയും ബന്ധങ്ങളെക്കുറിച്ചുള്ള ധാരണയെയും ആഴത്തിൽ ബാധിക്കുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും പല ദമ്പതികളും സാമൂഹിക സമ്മർദ്ദം കാരണം മാത്രമാണ് വിവാഹം തുടരുന്നത്. ഇന്ത്യൻ സമൂഹം ഇപ്പോഴും വിവാഹമോചനം നേടിയ വ്യക്തികളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ കഠിനമായി വിധിക്കുന്നു. ചിലർ കുട്ടികൾക്കായി ഒരുമിച്ച് താമസിക്കുന്നു, ചിലർ സാമ്പത്തിക കാരണങ്ങളാൽ, ചിലർ ഏകാന്തതയെ ഭയന്ന്, ചിലർ വിവാഹമോചനം കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ചില വിവാഹങ്ങളിൽ വൈകാരികമായ കേടുപാടുകൾ താങ്ങാനാവാത്ത ഒരു ഘട്ടവുമുണ്ട്. ഓരോ സംഭാഷണവും ഒരു തർക്കമായി മാറുന്നു. എല്ലാ ദിവസവും മാനസികമായി തളർച്ച അനുഭവപ്പെടുന്നു. പരസ്പര ബഹുമാനം പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഒരുമിച്ച് ജീവിക്കുന്നത് മാനസിക ആരോഗ്യം, അന്തസ്സ്, വ്യക്തിപരമായ സമാധാനം എന്നിവയെ ബാധിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് വേർപിരിയൽ അല്ലെങ്കിൽ വിവാഹമോചനം ഒരു നിയമപരമായ ഓപ്ഷൻ മാത്രമല്ല, അതിജീവനത്തിനുള്ള ഒരു വൈകാരിക ആവശ്യമായി മാറുന്നു. ഈ വേദനാജനകമായ ഘട്ടത്തിലാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നിയമം പ്രവേശിക്കുന്നത്. സ്വപ്നങ്ങൾ, ആഘോഷങ്ങൾ, വാഗ്ദാനങ്ങൾ എന്നിവയിൽ നിന്ന് ആരംഭിച്ചത് ഇപ്പോൾ ഹർജികൾ, ആരോപണങ്ങൾ, തെളിവുകൾ, നിയമപരമായ അവകാശവാദങ്ങൾ എന്നിവയിലൂടെ കോടതി മുറിയിൽ എത്തുന്നു. കസ്റ്റഡി, സ്വത്ത്, പരിപാലനം, ജീവനാംശം, ഗാർഹിക പീഡനം, സാമ്പത്തിക അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ഒരു വിവാഹത്തിൻ്റെ വൈകാരിക തകർച്ച ഒരു നിയമയുദ്ധമായി മാറുന്നു. അവിടെ കോടതികൾ നിയമപരമായ അവകാശങ്ങൾ മാത്രമല്ല, ബന്ധം അവസാനിച്ചതിന് ശേഷം സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും തീരുമാനിക്കണം. വിവാഹമോചനം ഇപ്പോഴും സാമൂഹികമായി സെൻസിറ്റീവും വൈകാരികമായി കളങ്കപ്പെടുത്തപ്പെട്ടതുമായതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ പല ദമ്പതികളും നിശബ്ദമായി കഷ്ടപ്പെടുന്നു. ഇന്നും ആധുനികവൽക്കരണം, വിദ്യാഭ്യാസം, നഗര ജീവിതശൈലി എന്നിവ ഉണ്ടായിരുന്നിട്ടും വിവാഹം എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നായി കണക്കാക്കപ്പെടുന്നു. വിവാഹിതരായ ദമ്പതികൾ കുടുംബ ചടങ്ങുകൾ, ഉത്സവങ്ങൾ, സോഷ്യൽ മീഡിയ ഫോട്ടോകൾ, പൊതുസമ്മേളനങ്ങൾ എന്നിവയിൽ സന്തുഷ്ടരാണെന്ന് തോന്നിയേക്കാം. വാസ്തവത്തിൽ അവർ വൈകാരികമായി വിച്ഛേദിക്കപ്പെട്ടവരും മാനസികമായി തളർന്നവരും അസന്തുഷ്ടരുമായിരിക്കാം. അനാരോഗ്യകരമായ ഒരു വിവാഹം സഹിക്കുന്നതിനേക്കാൾ വിവാഹമോചനത്തിന് വിധിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നതിനാൽ പലരും നിശബ്ദമായി കഷ്ടപ്പെടുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഭയം പലപ്പോഴും വൈകാരികവും സാമ്പത്തികവുമായ ഉത്കണ്ഠകളുമായാണ് വരുന്നത്. തൻ്റെ കുട്ടികളിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെടുമെന്നോ, നീണ്ടു നിൽക്കുന്ന വ്യവഹാരങ്ങൾ നേരിടേണ്ടി വരുമെന്നോ, കനത്ത തുക പങ്കാളിക്ക് നൽകേണ്ടി വരുമെന്ന് കരുതിയോ, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളായി പരസ്യമായി ചിത്രീകരിക്കപ്പെടുമെന്നോ ഭയപ്പെടുന്നതിനാൽ ഒരു ഭർത്താവ് അസന്തുഷ്ടമായ ദാമ്പത്യത്തിൽ തുടരാം. ഇന്ത്യൻ സമൂഹത്തിൽ പുരുഷന്മാർ വൈകാരികമായി ശക്തരും നിശബ്ദരും ആയിരിക്കണമെന്ന് പലപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നു. വൈകാരിക കഷ്ടപ്പാടുകൾ, മാനസിക ക്രൂരത, മാനസിക സമ്മർദ്ദം എന്നിവയെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ അവർ മടിക്കാം. കാരണം വിവാഹങ്ങളിൽ സ്ത്രീകൾ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ എന്ന് സമൂഹം പലപ്പോഴും അനുമാനിക്കുന്നു. തൽഫലമായി നിയമപരമായ പോരാട്ടങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും ഒഴിവാക്കാൻ പല ഭർത്താക്കന്മാരും ഡൈവേഴ്സിന് മടിക്കുന്നു. ചിലപ്പോൾ കുട്ടികൾ കാരണം മാത്രമാണ് ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുന്നത്. വിവാഹമോചനം തങ്ങളുടെ കുട്ടികളെ വൈകാരികമായി നശിപ്പിക്കുകയോ അവരുടെ ഭാവിയിൽ അസ്ഥിരത സൃഷ്ടിക്കുകയോ ചെയ്യുമെന്ന് മാതാപിതാക്കൾ പലപ്പോഴും വിശ്വസിക്കുന്നു. കുടുംബഘടനയെ സംരക്ഷിക്കുകയാണെന്ന് വിശ്വസിച്ച് പല ഭർത്താക്കന്മാരും ഭാര്യമാരും സ്വന്തം സന്തോഷം ത്യജിക്കുന്നു. ദൈനംദിന സംഘർഷങ്ങൾ സഹിക്കുന്നതാണ്
വേർപിരിയലിനേക്കാൾ നല്ലതെന്ന് അവർ സ്വയം ബോധ്യപ്പെടുത്തുന്നു. ചില വീടുകളിൽ വിവാഹം നിയമപരമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും വിവാഹമോചനം ഫയൽ ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ വൈകാരികമായി തകരുന്നു. വൈകാരിക അടുപ്പം പൂർണ്ണമായും ഇല്ലാതാകുന്നു. ബഹുമാനം ഇല്ലാതാകുന്നു. ഉത്തരവാദിത്തങ്ങൾ, സാമൂഹിക പ്രതിച്ഛായ അല്ലെങ്കിൽ കുട്ടികൾ എന്നിവയാൽ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന അവർ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന അപരിചിതരായി മാറുന്നു. മാതാപിതാക്കൾ സാമൂഹിക ഗോസിപ്പുകളെ ഭയപ്പെടുന്നു. ആളുകൾ എന്തു പറയും എന്ന് ബന്ധുക്കൾ ഭയപ്പെടുന്നു. ചിലപ്പോൾ സാമൂഹിക പ്രതിച്ഛായ നിലനിർത്തുന്നതിനായി വൈകാരിക ദുരിതങ്ങൾ കണക്കിലെടുക്കാതെ വിവാഹം തുടരാൻ കുടുംബങ്ങൾ ദമ്പതികളെ സമ്മർദ്ദത്തിലാക്കുന്നു. എന്നാൽ ചില വിവാഹങ്ങളിൽ ബന്ധം പൂർണ്ണമായി തകരുന്ന ഒരു ഘട്ടം വരുന്നു. ഒരിക്കൽ വിവാഹത്തെ ഒരുമിച്ച് നിർത്തിയ വൈകാരിക ബന്ധം പതുക്കെ അപ്രത്യക്ഷമാകുന്നു. പ്രണയം നിരാശയായി മാറുന്നു. പരിചരണം നിസ്സംഗതയായി മാറുന്നു. ആശയവിനിമയം അസാധ്യമായി തീരുന്നു. ഓരോ സംഭാഷണവും ഒരു തർക്കമായി മാറുന്നു. ഓരോ വിയോജിപ്പും വ്യക്തിപരമായ ആക്രമണമായി മാറുന്നു. പോരാട്ടങ്ങളിൽ പഴയ തെറ്റുകൾ ആവർത്തിക്കുന്നു. പരുഷമായ വാക്കുകൾ വാത്സല്യത്തെ മാറ്റിസ്ഥാപിക്കുന്നു. വർഷങ്ങളുടെ നീരസം ആഭ്യന്തരമായി കുമിഞ്ഞുകൂടിയതിനാൽ ചെറിയ പ്രശ്നങ്ങൾ സ്ഫോടനാത്മകമായ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നു. ഒടുവിൽ വാദങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചാകുന്നത് അവസാനിപ്പിക്കുകയും ആഴത്തിലുള്ള വൈകാരിക അസംതൃപ്തിയുടെ പ്രകടനങ്ങളായി മാറുകയും ചെയ്യുന്നു. പരാജയപ്പെട്ട ദാമ്പത്യത്തിൻ്റെ മാനസികാരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ, വൈകാരിക ക്ഷീണം, പരിഭ്രാന്തി, ഏകാന്തത, ആത്മവിശ്വാസക്കുറവ് എന്നിവ സാധാരണമായി തീരുന്നു. ഒരിക്കൽ വൈകാരിക സുരക്ഷ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വീട് സമ്മർദ്ദത്തിൻ്റെയും ഭയത്തിൻ്റെയും ഉറവിടമായി മാറാൻ തുടങ്ങുന്നു. ചില വ്യക്തികൾ വൈകാരികമായി മരവിച്ചു പോകുന്നു. മറ്റുള്ളവർ ദേഷ്യപ്പെടുകയോ നിരാശരാകുകയോ ചെയ്യുന്നു. ജോലിസ്ഥലത്തെ ഉൽപ്പാദനക്ഷമത കുറയുന്നു. കുട്ടികളുമായുള്ള ബന്ധം വഷളാകുന്നു. നീണ്ടു നിൽക്കുന്ന വൈകാരിക സമ്മർദ്ദം മുഴുവൻ വ്യക്തിത്വത്തെയും ബാധിക്കുന്നതിനാൽ ശാരീരിക ആരോഗ്യവും വഷളായേക്കാം. അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ നിരന്തരമായ വൈവാഹിക സംഘർഷങ്ങൾ സ്വയം ഉപദ്രവിക്കുന്ന ചിന്തകളിലേക്കോ ഗുരുതരമായ മാനസിക തകർച്ചയിലേക്കോ നയിച്ചേക്കാം. അത്തരം അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളെയും ഇത് ആഴത്തിൽ ബാധിക്കുന്നു. പല മാതാപിതാക്കളും കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു. എന്നാൽ സംഘർഷം, അപമാനങ്ങൾ, വൈകാരിക പിരിമുറുക്കം അല്ലെങ്കിൽ അക്രമം എന്നിവ നിരന്തരം നേരിടുന്നത് കുട്ടികളെ വേർപിരിയുന്നതിനേക്കാൾ മാനസികമായി നശിപ്പിക്കും. കുട്ടികൾ എല്ലാം നിശബ്ദമായി നിരീക്ഷിക്കുന്നു. അവർക്ക് ഭയം, അരക്ഷിതാവസ്ഥ, കോപം, വൈകാരിക ആശയക്കുഴപ്പം അല്ലെങ്കിൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള വികലമായ ധാരണ എന്നിവ ഉണ്ടാവാം. വിഷലിപ്തമായ ഒരു കുടുംബത്തിൽ വളർന്ന ഒരു കുട്ടി അനാദരവ്, വൈകാരിക പീഡനം അല്ലെങ്കിൽ നിരന്തരമായ സംഘർഷങ്ങൾ എന്നിവ വിവാഹത്തിൻ്റെ സാധാരണ ഭാഗങ്ങളാണെന്ന് വിശ്വസിച്ച് വളർന്നേക്കാം. ഒടുവിൽ ചില ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുന്നത് അസാധ്യമായ ഒരു ഘട്ടത്തിലെത്തുന്നു. ഈ ഘട്ടത്തിൽ വേർപിരിയൽ അല്ലെങ്കിൽ വിവാഹമോചനം അനിവാര്യമാണ്. വിവാഹമോചനം സാധാരണയായി വർഷങ്ങളോളം കുമിഞ്ഞുകൂടിയ വൈകാരിക വേദന, തെറ്റിദ്ധാരണ, നീരസം, നിരാശ, പരിഹരിക്കപ്പെടാത്ത സംഘർഷം എന്നിവയുടെ അവസാന ഘട്ടമാണ്. ഈ വേദനാജനകമായ വഴിത്തിരിവിലാണ് നിയമവ്യവസ്ഥ ഭാര്യാഭർത്താക്കന്മാരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരിക്കൽ ഒരു സ്വകാര്യ വൈകാരിക ബന്ധമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചട്ടങ്ങൾ, തെളിവുകൾ, ഹർജികൾ, അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നിയമപരമായ വിഷയമായി മാറുന്നു. വൈവാഹിക ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള വ്യക്തിപരമായ വശങ്ങൾ, സാമ്പത്തിക ആശ്രിതത്വം, ക്രൂരത, അവഗണന, കുട്ടികളുടെ കസ്റ്റഡി, ഗാർഹിക പീഡനം, സ്വത്ത് തർക്കങ്ങൾ, വൈകാരിക ദുരിതങ്ങൾ എന്നിവ പരിശോധിക്കാൻ കോടതികൾ ആവശ്യപ്പെടുന്നു. വേർപിരിയലിന് ശേഷം ഉടൻ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും വൈകാരികമായ പ്രശ്നങ്ങളിലൊന്നാണ് പരിപാലനവും ജീവനാംശവുമാണ്. പെട്ടെന്നുണ്ടാകുന്ന ചോദ്യം ഇതാണ്: വിവാഹം തകർന്നതിന് ശേഷം ആരെയാണ് സാമ്പത്തികമായി പിന്തുണയ്ക്കുക? ഒരു പങ്കാളി കുടുംബത്തിന് വേണ്ടി തൊഴിലവസരങ്ങൾ ത്യജിക്കുകയാണെങ്കിൽ ആ വ്യക്തി സാമ്പത്തികമായി
നിസ്സഹായനായിരിക്കണമോ? കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ചെലവുകൾ ആര് വഹിക്കും? ഒരു കക്ഷി സാമ്പത്തികമായി ശക്തമാണെങ്കിൽ വിവാഹമോചനത്തിന് ശേഷവും തുടർ ഉത്തരവാദിത്തം നിയമം ചുമത്തുന്നുണ്ടോ? ഒരു ഭർത്താവിന് സാമ്പത്തികമായി കരുത്തനായ ഭാര്യയിൽ നിന്നും ഉപജീവനം തേടാൻ കഴിയുമോ? അലിമണി അവകാശപ്പെടുന്ന പങ്കാളി വിദ്യാസമ്പന്നനും എന്നാൽ തൊഴിൽ രഹിതനുമാണെങ്കിൽ എന്ത് സംഭവിക്കും? അലിമണി നിയമപരമായ അവകാശമാണോ അതോ സാമ്പത്തിക ശിക്ഷയാണോ? ഈ ചോദ്യങ്ങൾ വൈവാഹിക വ്യവഹാരത്തിൻ്റെ കേന്ദ്രമായി മാറുന്നു. അതുകൊണ്ടാണ് ജീവനാംശവും പരിപാലനവും ഇന്ത്യയിലെ നിയമത്തിൻ്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതും തെറ്റിദ്ധരിക്കപ്പെടുന്നതും വൈകാരികമായി സെൻസിറ്റീവുമായ വശങ്ങളിൽ ഒന്ന്. അവ പണം ഉൾപ്പെടുന്ന നിയമപരമായ ആശയങ്ങൾ മാത്രമല്ല, അവ അതിജീവനം, അന്തസ്സ്, നീതി, ഉത്തരവാദിത്തം, ചിലപ്പോൾ പ്രതികാരം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഒരു പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം പരിപാലനം എന്നത് വർഷങ്ങളുടെ ആശ്രിതത്വത്തിന് ശേഷമുള്ള അടിസ്ഥാന ജീവിതത്തെ അർത്ഥമാക്കാം. മറുവശത്ത് വിവാഹത്തിൻ്റെ വൈകാരിക തകർച്ചയ്ക്ക് ശേഷം ഇത് ഒരു ആജീവാനന്ദ സാമ്പത്തിക ഭാരം പോലെ തോന്നിയേക്കാം. അതിനാൽ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതികൾ കേവലം ചട്ടങ്ങളെ വ്യാഖ്യാനിക്കുക മാത്രമല്ല, ആഴത്തിലുള്ള വ്യക്തിപരമായ ബന്ധം തകർന്നതിന് ശേഷം മനുഷ്യൻ്റെ അന്തസ്സ്, സാമ്പത്തിക നീതി, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, നിയമപരമായ ഉത്തരവാദിത്തം എന്നിവ സന്തുലിതമാക്കാൻ ശ്രമിക്കുകയാണ്. ജീവനാംശം എന്ന വാക്ക് സമൂഹത്തിൽ വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം ഇത് ഒരു നിയമപരമായ പ്രശ്നം മാത്രമല്ല. ജീവനാംശ നിയമങ്ങൾ ഭർത്താക്കന്മാരെ അന്യായമായി ലക്ഷ്യമിടുന്നുവെന്നും വിവാഹം അവസാനിച്ചതിന് ശേഷവും അവരെ സാമ്പത്തികമായി ശിക്ഷിക്കുന്നുവെന്നും വിശ്വസിക്കുന്നതിനാൽ ചില പുരുഷന്മാർക്ക് ഭയവും കോപവും അനുഭവപ്പെടുന്നു. മറുവശത്ത് പല സ്ത്രീകളും ജീവനാംശത്തെ ഒരു ആവശ്യ നിയമപരിരക്ഷയായി കാണുന്നു. കാരണം വിവാഹത്തിനുള്ളിലെ വർഷങ്ങളുടെ ആശ്രിതത്വത്തിനും ത്യാഗത്തിനും ശേഷം ഒരു പങ്കാളി എത്രത്തോളം സാമ്പത്തികമായി ദുർബലമാകുമെന്ന് അവർക്കറിയാം. ആധുനിക ഇന്ത്യയിൽ ജീവനാംശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു. നിയമപരമായ അവബോധത്തേക്കാൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന അങ്ങേയറ്റത്തെ വിവരണങ്ങൾ, വൈകാരിക സംവാദങ്ങൾ, അർത്ഥസത്യങ്ങൾ, സംവേദനാത്മക കഥകൾ എന്നിവയാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിറഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് അലിമണി നിയമങ്ങൾ പതിവായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട്. വിവാഹമോചന നടപടികളിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന കേസുകൾ, അലിമണി സംബന്ധിച്ച അവകാശവാദങ്ങൾ, അതിശയോക്തി കലർത്തുന്ന കേസുകൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പുകൾ നിർബന്ധിതമാക്കുന്നതിനുള്ള സമ്മർദ്ദതന്ത്രമായി ഉപയോഗിക്കുന്ന കേസുകൾ എന്നിവയിലേക്ക് അവർ വിരൽ ചൂണ്ടുന്നു. വിവാഹബന്ധം വൈകാരികമായി തകർന്നതിന് ശേഷം ദീർഘകാല സാമ്പത്തിക ബാധ്യതകൾ നേരിടേണ്ടി വരുമെന്ന് പല ഭർത്താക്കന്മാരും ഭയപ്പെടുന്നു. വ്യക്തിഗത വസ്തുതകൾ ശ്രദ്ധാപൂർവം പരിശോധിക്കാതെ പുരുഷന്മാർ സാമ്പത്തികമായി ശക്തരാണെന്നും സ്ത്രീകൾ ഇരകളാണെന്നും നിയമവ്യവസ്ഥ യാന്ത്രികമായി അനുമാനിക്കുന്നുവെന്ന് ചിലർ കരുതുന്നു. മറുവശത്ത് വിവാഹ സമയത്ത് ഭാര്യമാർ ചെയ്യുന്ന അദൃശ്യമായ ത്യാഗങ്ങളെ സമൂഹം അവഗണിക്കുന്നുവെന്ന് വാദിക്കുന്ന എണ്ണമറ്റ സ്ത്രീകളുമുണ്ട്. പല സ്ത്രീകളും വ്യക്തിപരമായ അഭിലാഷത്തേക്കാൾ കുടുംബത്തിന് മുൻഗണന നൽകാൻ വർഷങ്ങളോളം ചിലവഴിക്കുന്നു. പ്രസവത്തിന് ശേഷം അവർ ജോലി ഉപേക്ഷിക്കുകയും ഭർത്താവിൻ്റെ കരിയറിനെ പിന്തുണയ്ക്കുന്നതിനുമായി താമസം മാറ്റുകയും സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത കുടുംബങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ വളർത്തുന്നതിനും കുടുംബാംഗങ്ങളെ പരിപാലിക്കുന്നതിനും അവരുടെ ജീവിതം സമർപ്പിക്കുന്നതിനും ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് 10-20 വർഷങ്ങൾക്ക് ശേഷം വിവാഹമോചനം സംഭവിക്കുമ്പോൾ കുടുംബഘടനയ്ക്ക് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ളതും അത്തരം സ്ത്രീകൾ പെട്ടെന്ന് സാമ്പത്തികമായി ദുർബലരാകും. അതിനാൽ പരിപാലനമെന്നത് ചൂഷണമല്ല, മറിച്ച് വിവാഹത്തിനുള്ളിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട ശമ്പളമില്ലാത്ത അധ്വാനത്തിൻ്റെയും സാമ്പത്തിക ആശ്രിതത്വത്തിൻ്റെയും അംഗീകാരമാണെന്ന് വനിതാ അവകാശ അഭിഭാഷകർ വാദിക്കുന്നു. 2 ആശങ്കകളും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ ജീവനാംശത്തെക്കുറിച്ചുള്ള സത്യം ഓൺലൈനിൽ കാണുന്ന വൈകാരിക മുദ്രാവാക്യങ്ങളെക്കാൾ വളരെ സങ്കീർണമാണ്. ജീവനാംശം പുരുഷന്മാർക്കെതിരായ പ്രതികാരമായി രൂപകൽപ്പന ചെയ്തിട്ടില്ല. ഒരു പങ്കാളിയെ സാമ്പത്തികമായി നശിപ്പിക്കാനോ
വിവാഹം അവസാനിപ്പിച്ചതിന് മറ്റൊരാൾക്ക് പ്രതിഫലം നൽകാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഇത്. അതേസമയം ഇത് ജീവകാരുണ്യമോ സഹാനുഭൂതിയെ അടിസ്ഥാനമാക്കിയുള്ള സൗജന്യ പണമോ അല്ല. വിവാഹബന്ധം പങ്കാളികൾക്കിടയിൽ പരസ്പര സാമ്പത്തികവും സാമൂഹികവുമായ ബാധ്യതകൾ സൃഷ്ടിക്കുന്നു എന്ന ആശയത്തിലാണ് ജീവനാംശത്തിന് പിന്നിലെ നിയമപരമായ തത്വചിന്ത വേരൂന്നിയിരിക്കുന്നത്. 25-ാം വയസ്സിൽ വിവാഹം കഴിക്കുകയും പ്രസവശേഷം കരിയർ ഉപേക്ഷിക്കുകയും കുടുംബത്തെയും കുട്ടികളെയും പരിപാലിക്കാൻ 20 വർഷം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ സങ്കല്പിക്കുക. ആ വർഷങ്ങളിൽ ഭർത്താവ് പ്രൊഫഷണലായി പുരോഗമിക്കുകയും സ്ഥാനക്കയറ്റം നേടുകയും സമ്പാദ്യം ഉണ്ടാകുകയും സ്വത്ത് വാങ്ങുകയും സാമ്പത്തിക സുരക്ഷ സ്ഥാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭാര്യയ്ക്ക് പ്രൊഫഷണൽ അനുഭവം, കരിയർ തുടർച്ച, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവ നഷ്ടപ്പെടാം. 45-ഓ 50ഓ വയസ്സിൽ പെട്ടെന്ന് വിവാഹമോചനം സംഭവിക്കുകയാണെങ്കിൽ ഒരു കരിയർ പുനർനിർമ്മിക്കുന്നതിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടായിരിക്കും. ദീർഘകാല കരിയർ ഇടവേളയുള്ള ഒരാളെ നിയമിക്കാൻ തൊഴിലുടമകൾ മടിക്കാം. സാങ്കേതിക മാറ്റങ്ങൾ മുൻകാല കഴിവുകളെ കാലഹരണപ്പെട്ടതാക്കിയിരിക്കാം. വിവാഹമോചനത്തിൽ നിന്നുള്ള വൈകാരിക ആഘാതം ആത്മവിശ്വാസത്തെയും തൊഴിൽക്ഷമതയെയും കൂടുതൽ ബാധിച്ചേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ അലിമണി നിഷേധിക്കുന്നത് സാമ്പത്തികമായി ആശ്രയിക്കുന്ന പങ്കാളിയെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിയിടുന്നു. അതുകൊണ്ടാണ് കോടതികൾ പലപ്പോഴും നിലവിലെ വരുമാനത്തിൽ മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിവാഹ കാലയളവ്, വിവാഹ സമയത്തെ ജീവിതശൈലി, പാർട്ടികളുടെ പ്രായം, ആരോഗ്യസ്ഥിതികൾ, കുട്ടികളുടെ പരിചരണ ഉത്തരവാദിത്തങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ, വരുമാനശേഷി, വിവാഹ സമയത്തെ ത്യാഗങ്ങൾ, ഭാവി സാമ്പത്തിക സുരക്ഷ തുടങ്ങിയ ഘടകങ്ങൾ ജഡ്ജിമാർ പരിശോധിക്കുന്നു. സമ്പത്തിനെ പൂർണ്ണമായും തുല്യമാക്കുകയല്ല, മറിച്ച് വേർപിരിഞ്ഞതിന് ശേഷം നീതിയും അന്തസ്സും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതേസമയം അലിമണി അന്യായമായ നേട്ടത്തിൻ്റെയോ ഉപദ്രവത്തിൻ്റെയോ ഉപകരണമായി മാറാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ കോടതികൾക്ക് കൂടുതൽ ബോധ്യമുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. അലിമണിയുടെ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.